നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണ പരിപാടികൾ അതിവേഗം തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഏക രാഷ്ട്രീയ പാർട്ടി BJP മാത്രമാണ്. അവർ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇതിനു വേണ്ടിയുള്ള എല്ലാ ഹോംവർക്കുകളും നടത്തി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പാർട്ടി എത്തിയിട്ടുമുണ്ട്. എന്തായാലും അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഫെബ്രുവരി 4-ാം തീയതി മുതൽ 11 വരെ നീണ്ടു നിൽക്കുന്ന ഗാവോൻ ചലോ അഭിയാൻ എന്നുള്ള ഒരു പദ്ധതി BJP ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ ഗാവോൻ ചലോ അഭിയാൻ എന്നാൽ ഗ്രാമങ്ങളിലേക്ക് ഉള്ള ഒരു യാത്ര എന്ന ക്യാമ്പയിനാണ്. ഇത്തരത്തിൽ ഇന്ത്യയിലെ 7 ലക്ഷം ഗ്രാമങ്ങളിലും എല്ലാ നഗര ബൂത്തുകളിലേക്കും എത്തിപ്പെടുക എന്നത് തന്നെയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. മാത്രമല്ല, പാർട്ടിയുടെ ഒരു പ്രവർത്തകനെങ്കിലും എല്ലാ ഗ്രാമത്തിലും ചെല്ലണം എന്ന ഒരു നിർബന്ധ ബുദ്ധി കൂടി പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഗ്രാമങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഏത് പ്രദേശത്തുമുള്ള BJP പ്രവർത്തകരായിക്കോട്ടെ, പക്ഷെ അവർ ഓരോ ഗ്രാമങ്ങളിലേക്കും കടന്നു ചെല്ലണം. അതിനുശേഷം അയോധ്യ ക്ഷേത്രത്തെക്കുറിച്ച് സംസാരിക്കണം. BJPയുടെ ഭരണ നേട്ടങ്ങളും മോദി സർക്കാരിന്റെ വിവിധ പദ്ധതികളും കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുകൂടി പാർട്ടി അറിയിക്കുന്നുണ്ട്. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ തന്നെയാണ് ഇതിൽ കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഓരോ ബൂത്തിലും പാർട്ടിക്ക് കുറഞ്ഞത് 51% വോട്ടെങ്കിലും ഉറപ്പിക്കേണ്ടതുണ്ട് എന്നും പാർട്ടി പറയുന്നുണ്ട്. 2019 ആ ബൂത്തിൽ ഇതിനകം 51% വോട്ട് നേടിയിരുന്നുവെങ്കിലും അത് മറികടക്കാൻ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നേടുക എന്നത് തന്നെയാണ് ഈ ഗാവോൻ ചലോ അഭിയാൻ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. 2019 BJPക്ക് സമാനമായ ഒരു പ്രചരണ തന്ത്രം ഉണ്ടായിരുന്നു. ഈ പ്രചരണത്തിനായി ടീമുകൾ എങ്ങനെ രൂപീകരിക്കണം എന്നതിന്റെ കൃത്യമായ നിർദ്ദേശം കൂടി മുന്നണി പറയുന്നുമുണ്ട്. സംസ്ഥാനതല ടീമുകൾക്ക് 1 കൺവീനറും 4 കോ കൺവീനർമാരും, ജില്ലാ ടീമുകൾക്ക് 1 കൺവീനറും 2 കോ കൺവീനർമാരും, മണ്ഡൽ ടീമുകൾക്ക് ഒരാളുമാണ് മുന്നിട്ടിറങ്ങേണ്ടത് എന്നാണ് നിലവിൽ പാർട്ടി അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ തന്നെ പ്രചരണ പരിപാടികൾ ശക്തിപ്പെടുത്തണമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഗ്രാമങ്ങൾക്ക് കുറച്ചധികം പ്രാധാന്യം നൽകണമെന്നുകൂടി പാർട്ടി നിഷ്കർഷിക്കുന്നുണ്ട്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 140-ലധികം പൊതുപരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കുമെന്നുകൂടി BJPയുമായി അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട്. അതായത് മോദിയും പ്രവർത്തകരും ഒന്നിച്ചു തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നത്. അത് നേതാക്കൾക്ക് മാത്രമായി വിഭജിച്ച് നൽകുന്നില്ല, മറിച്ച് ഓരോ സാധാരണ പ്രവർത്തകനും BJP ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും താഴെ തട്ടിലുള്ള നാടിന്റെ പൾസറിയാവുന്ന BJP പ്രവർത്തകരെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് അവിടെ വോട്ട് ഉറപ്പിക്കുക, വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് നേടുക എന്നതാണ് BJPയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണത്തെക്കാട്ടിലും അധികമായി വോട്ട് ഷെയർ ഉയർത്തുക എന്നുകൂടി BJP ലക്ഷ്യമിടുന്നുണ്ട്. അതായത് BJP ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് INDA എന്ന പ്രതിപക്ഷ മുന്നണിയോടല്ല, മറിച്ച് അവരോട് തന്നെയാണ്. അവരുടെ നേട്ടങ്ങൾ തന്നെയാണ് അവർ വീണ്ടും മറികടക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു പുതിയ റെക്കോർഡ്, പുതിയ ഒരു ചരിത്രം രേഖപ്പെടുത്തുക എന്ന വലിയ ലക്ഷ്യം കൂടി മോദി ഭരണകൂടത്തിന് മുന്നിലുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.